മംഗളം ഗുരുദേവായ മഹനീയ ഗുണാത്മനി സർവലോക ശരണ്യായ വിധിരൂപായ മംഗളം നാസിരൂപായ മംഗളം. ഓം ശാന്തി ശാന്തി ശാന്തി. ആദ്യം തന്നെ സരസ്വതി നമസ്തുതി പരിചയജ്ഞാനം വിദ്യാരംഭം കവിഷ്യാമി സിദ്ധിർ പൗർണിമയും സദാ. എല്ലാ ആദരണീയ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത്, നാളെ വിദ്യാരംഭം കുറിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ പ്രാർത്ഥനയും ആശംസകളും നേർന്നുകൊള്ളട്ടെ. ഇത് ഉപാസനയുടെയും വിദ്യാരംഭം കുറിക്കുന്നതിൻ്റെയും ഒക്കെ കാലമാണ്. നമ്മൾ ഇന്ന് ഇവിടെ കാണുന്ന ബൊമ്മക്കുലു എന്ന് പറയുന്ന ഒരു ദൃശ്യവിസ്മയം ബാലരാമത്തെ ഗുരുജി വർഷങ്ങളായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗഭാക്കാകാൻ എനിക്ക് വളരെയധികം സാധിച്ചത് ഞാൻ അദ്ദേഹത്തോട് വളരെയധികം കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അസുലഭ നിമിഷങ്ങളിൽ ഒന്നായിട്ട് ഇതിനെ നമ്മൾ കണക്കാക്കുന്നു. ഇതൊരു ദൃശ്യവിസ്മയമാണ്. ഉറുമ്പ് മുതൽ ആന വരെ, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളുടെയും ഒരു സമ്മേളനമായിട്ട് നമുക്ക് ബൊമ്മക്കുലുവിനെ കാണുന്നതാണ്. ഇതിൻ്റെ പിന്നിലൊരു പ്രയത്നത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും തപസ്യയുടെയും ഒക്കെ ഒരു ആകത്തുകയാണ് ബൊമ്മക്കുലു. എല്ലാ വർഷവും ഗുരുജി ഇത് ഒരുക്കി തരുമ്പോൾ ഇത് കണ്ട് വളരെയധികം ആനന്ദിക്കുന്നു. നമ്മളിലുണ്ടാകുന്ന ആ ഒരു ആനന്ദം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നിർവൃതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഗുരുജിയുടെ ഭാഷയിൽ പറഞ്ഞത്, ഇത് ഉണ്ടായി മറയുന്ന ഒരു പ്രതിഭാസമാണ്. വരുന്നു, അത് നമുക്കൊരു ദൃശ്യവിസ്മയം നമ്മുടെ മുന്നിൽ തെളിയുന്നു. ഇത് വീണ്ടും പഴയ ഒരു പ്രൊസീജിയറിലേക്ക്, അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുന്നൊരു പ്രൊസീജിയറാണ്. അപ്പം ഇവിടെ ഒരു ഒരുമയുടെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയൊക്കെ കാരണം ഒരു മാസം മുമ്പേ ഇതിൻ്റെ പല കാര്യങ്ങളെപ്പറ്റിയും, അല്ലെങ്കിൽ ഇതിൻ്റെ അണിയറിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇത് ഒരു വേർതിരിവില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒരു രാജ്യത്തെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു കൺസെപ്റ്റിനെ കൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമല്ല. എന്തുകൊണ്ടെന്നാൽ ഇതിനെ കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് വസുദൈവ കുടുംബകം എന്നുള്ള ഒരു കൺസെപ്റ്റിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഇവിടെ അഭിപ്രായങ്ങൾക്കോ അല്ലെങ്കിൽ പക്ഷിമൃഗാദികൾ അല്ലെങ്കിൽ വേർതിരിവുകളോ ഒന്നും തന്നെ ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഇത് ഒരു ശക്തിയുടെ അല്ലെങ്കിൽ ചൈതന്യത്തിൻ്റെ ഉത്സവമാണ്. തികച്ചും ഇവിടെ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഭാസം ഒരു വേർതിരിവുമില്ലാത്ത ഈശ്വരീയ ചിന്തയുടെ ചൈതന്യത്തെയാണ് വിളിച്ചോതുന്നത്. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊല്ലൊടുങ്ങിയാൽ നിന്നിലും ദൃക്കുപോലുള്ള നിന്നിലാ സ്പന്ദമാകണം. കാരണം നമ്മൾ ഓരോ പൊരുളിനെയും തേടി ഓരോന്നിനെയും അന്വേഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ദൃക്ക് അല്ലെ ദൃശ്യം അല്ലെ ആ ദൃഷ്ടാവ് ഇവയിൽ ഉണ്ടാകുന്ന ആ ത്രിപുടി ലയനം എന്നുള്ള പ്രൊസീജിയറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ജ്ഞാനാത്വത്തിൽ ഏകത്വം, നമ്മൾ ഏകത്വ ദർശനത്തിലേക്ക് എത്തുകയാണ് ഈ ദൃശ്യവിസ്മയത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാ ജീവജാലങ്ങളും, എല്ലാ അണുവിലും ഈശ്വര ചൈതന്യമുണ്ട്. ഓരോ കല്ലിലും ഉറുമ്പിലും ആനയിലും എല്ലാം ഈശ്വര ചൈതന്യമുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം നമ്മൾ ജനിപ്പിക്കുകയാണ് ഈ ബൊമ്മക്കുലു. വളരെ വർഷങ്ങളായിട്ട് എനിക്ക് ഇതിൻ്റെ ഭാഗമാകാൻ സാധിച്ചു. ഇതൊക്കെ എന്നിലെ വളരെയധികം എൻ്റെ സാധനാ സങ്കല്പങ്ങളും അതേപോലെ എൻ്റെ ഭക്തിയും എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായിച്ചു തന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഞാൻ എൻ്റെ സാധന ജീവിതത്തിലേക്ക് കടന്നു എന്നതിനെ പറ്റി അല്പം
നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷേ ഞാനും ഒരു സാധാരണ ഒരു ഭക്തനായി, അല്ലെങ്കിൽ ചെറുപ്പം വരെ എനിക്ക് നല്ല ഭക്തി ഉണ്ടായിരുന്നു. ഒരു ഭക്തനായിട്ട് ക്ഷേത്ര സങ്കല്പങ്ങളും അല്ലെങ്കിൽ ക്ഷേത്ര ആരാധനകളിലൊക്കെ വിശ്വസിച്ച് വളരെയധികം പതിവായി ക്ഷേത്രത്തിൽ പോകുന്ന കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു. കുറച്ച് സ്വതന്ത്രമായ ചിന്തയിലൂടെ കടന്നു വന്നപ്പോൾ എനിക്കൊരു സുഹൃത്ത് മുഖേന ലഭിച്ച ലളിതാ സഹസ്രനാമമാണ് ആദ്യമായി ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ഫോളോ ചെയ്യുന്നു. അതിൻ്റെ കൂടെ മറ്റ് ദേവന്മാരുടെ, ശിവൻ, വിഷ്ണു, ഗണപതി, സുബ്രഹ്മണ്യൻ, ഇവരെ സഹസ്രനാമം കൂടി ഞാൻ ഫോളോ ചെയ്യുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഒരു അവിയൽ പരുമായി പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം വെച്ചാൽ ഭക്തിയുണ്ട്, പക്ഷേ അതിന് പിന്നിൽ എനിക്ക് നല്ലൊരു എഫോർട്ട് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഞാൻ വളരെയധികം അതിനെ ആഗ്രഹിച്ചത്. കാരണം ഭഗവാനെ കീർത്തിക്കുമ്പോൾ എൻ്റെ മനസ്സ് നന്നാവുമല്ലോ, അല്ല എൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയരാൻ എനിക്ക് സാധിക്കുമല്ലോ എന്നുള്ള ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ദിവസം 2 സഹസ്രനാമത്തിന് വേണ്ടി ടൈം ചിലവഴിക്കുന്നത് ഓരോ ദിവസം, ഇപ്പോൾ തിങ്കളാഴ്ച ശിവനാണെങ്കിൽ ചൊവ്വാഴ്ച സുബ്രഹ്മണ്യൻ, ബുധനാഴ്ച മറ്റൊന്ന്, അങ്ങനെ മാറി വ്യാഴാഴ്ച വിഷ്ണു, ഇങ്ങനെ ഈ ഓരോ കാറ്റഗറൈസ് ചെയ്തിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇതിനപ്പുറം ഒരു തത്വമുണ്ടല്ലോ, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഈശ്വര ചിന്തയിലേക്ക് എനിക്ക് ഉയരാൻ സാധിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി എന്നിൽ വളർന്നു വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, എൻ്റെ മനസ്സിൽ എനിക്കിതൊക്കെ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. അതിലൊരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. വളരെ അധികം എനിക്ക് സഞ്ചരിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും ഗുരു എൻ്റെ മുന്നിലേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഗുരുവിൽ നിന്നും എനിക്ക് ആദ്യമേ ഗുരുവിനോട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ചു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു മാർഗനിർദ്ദേശം എനിക്ക് അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. ആദ്യമേ തന്നെ അദ്ദേഹത്തിന് ഒരു കഥ പറഞ്ഞു തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഒരു കുഴി കുഴിച്ചാൽ മതി, അനേകം കുഴികൾ കുഴിക്കേണ്ട, ഏതെങ്കിലും ഒരു ഈശ്വരീയ ചിന്തയുമായിട്ട്, അല്ലെ ഒരു ഈശ്വര ചൈതന്യത്തെ ബേസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നാണ് ആദ്യമേ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ലളിതാ സഹസ്രനാമം, അങ്ങനെ ഒരു ദേവി ഭക്തനായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ഞാൻ കണക്കാക്കപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ, കാരണം ഒരു ഗുരുവിനെ കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട്, വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യ സ്വാമികൾ പറയാറുണ്ട്, ഒരു മനുഷ്യന് അവന് ഒരു മനുഷ്യജന്മം കിട്ടുക, അല്ലെങ്കിൽ മോക്ഷത്തിന് അവൻ ആഗ്രഹം ലഭിക്കുക, അല്ലെങ്കിൽ ഒരു സദ്ഗുരുവിനെ കിട്ടുക, ഇതൊക്കെയാണ് അവൻ്റെ ലൈഫിൽ ഏറ്റവും അവൻ അച്ചീവ് ചെയ്തിട്ടുള്ള, എന്നുവെച്ചാൽ ദുർലഭമായി കിട്ടുന്ന ഒരു നേട്ടം അവനിലേക്ക്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നല്ലോ. അപ്പോൾ അത് ഈശ്വരനായി നമ്മുടെ മുന്നിലേക്ക് എന്ത് ചെയ്തു, ഗുരു അവതരിക്കുകയാണ് ഉണ്ടായത്. ക്രമേണ ആ ഗുരുവിനെ ഞാൻ വളരെയധികം സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ഗുരുവിൻ്റെ തത്വങ്ങൾ എന്നെ സ്വാധീനിക്കുന്നു, ഗുരുവിൻ്റെ വാക്കുകൾ എന്നെ സ്വാധീനിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. കാരണം നമ്മളെന്തെങ്കിലും ഒരു വ്യക്തിയിൽ നമ്മൾ ആകർഷണമാകണമെങ്കിൽ, എന്തെങ്കിലും അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന ക്വാളിറ്റീസ് നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടും. കാരണം വെച്ചാൽ നമ്മളിൽ ഇല്ലാത്ത ഒരു ഗുണം നമ്മൾ എന്ത് ചെയ്യണം, അത് സ്വാംശീകരിക്കണം. അതിലേക്ക് നമ്മുടെ ജീവിതചര്യയിലേക്ക് അത് കടന്നു വരണം. എങ്കിൽ മാത്രമേ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ ആദ്യമായി ഗുരുവിനെ കണ്ട് സംസാരിച്ചപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ്, ഇതൊക്കെയാണ് എനിക്ക് വളരെയധികം കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്കറിയാൻ മേലാത്ത ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, എന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മൾ വായിച്ചറിഞ്ഞ കാര്യങ്ങൾ ഒന്നും ആയിരിക്കില്ല. കാരണം നമ്മൾ എത്രയോ അറിഞ്ഞ തത്വങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒന്നൊന്നായിട്ടിങ്ങനെ പല റൈറ്റിങ്സിൽ നമ്മൾ വളരെയധികം സമയം അദ്ദേഹത്തിനൂടെ ചിലവഴിക്കാൻ താല്പര്യപ്പെടും. നമുക്ക് എപ്പോഴോ ബ്രേക്ക് കിട്ടുന്ന ആ സമയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, അദ്ദേഹത്തിനൊപ്പം ചിലവഴിക്കാൻ വളരെയധികം ആഗ്രഹിച്ചു. കാരണം വെച്ചാൽ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്രമേണ അദ്ദേഹത്തിൻ്റെ അടുക്കിലെത്തിയും അങ്ങനെ ഇരിക്കുന്നൊരു സമയത്ത് അപ്രതീക്ഷിത ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുക്ക് പോയി ഒരു ഉപനിഷത്തിൻ്റെ ക്ലാസ് എനിക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ്
മറ്റൊരു വ്യക്തി അവിടേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം വന്നു സംസാരിക്കുന്നു, നമസ്കരിക്കുന്നു, ഇരിക്കുന്നു, സംസാരിക്കുന്നു. പക്ഷേ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ഉപനിഷത്തിൻ്റെ ക്ലാസ് അവിടെ നിർത്തിയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നു. അദ്ദേഹം വന്ന് വളരെയധികം വിവശനായിട്ട്, അല്ലെങ്കിൽ ഒത്തിരി ഉത്കണ്ഠയും ഒക്കെ അദ്ദേഹത്തിന് മുഖത്ത് ദൃശ്യമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം സംസാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളത് ഇങ്ങനെ കേൾക്കുന്നു. അപ്പം പറയുന്നത്, ഭഗവാൻ എന്തെങ്കിലും ശ്രീചക്രം അല്ലെ സുദർശന ചക്രം തന്നുകൊണ്ട് എനിക്കിതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാനത് ഭഗവാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പം എനിക്കത് വളരെയധികം ഈഗോ ജനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹം കുറച്ച് സമയം അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഗുരുജി സംസാരിക്കാൻ തുടങ്ങി. ഗുരുജി സംസാരിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഉത്കണ്ഠയും അല്ലെ ആങ്സൈറ്റി, അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ വളരെ മാറുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ എൻ്റെ ഈഗോ എൻ്റെ സമയം അപഹരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ക്ലാസ് ഇങ്ങനെ ലാഗായി പോകുന്നു എന്നുള്ള ഫീൽ എനിക്കുണ്ടായി. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം വളരെ കംഫർട്ടബിളായി, വളരെ ചിരിച്ച്, വളരെ സന്തോഷത്തോടുകൂടി അവിടെ വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഗുരുവിനോട് പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ, എൻ്റെ വിലപ്പെട്ട സമയം കുറച്ച് നഷ്ടമായല്ലോ എന്നാണ്. പക്ഷേ അത് ആ ഒരു വാക്ക് എന്നിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്നിലുണ്ടായ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, എനിക്ക് വലിയൊരു അറിവ്, ജ്ഞാനം ലഭിക്കുകയായിരുന്നു അതിലൂടെ. കാരണം വെച്ചാൽ ഗുരുജി പറഞ്ഞ ആൻസർ ഇതായിരുന്നു: നന്ദൻ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കും. എന്തുകൊണ്ടെന്നാൽ അയാൾക്ക് അത് ആവശ്യമാണ്. ഈ സമയത്ത് അയാൾക്ക് അത് ആവശ്യമായിരുന്നു. പിന്നീട് എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ഒരിക്കലും എനിക്ക് എടുക്കാൻ പറ്റുന്ന എൻ്റെ സമയം മാത്രമേ ഞാൻ ഗുരുവിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നവരെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ള, കാരണം ഗുരു കരുണാസാഗരനാണ്. അപ്പോൾ ആ കാരുണ്യം എത്രമാത്രം ഉണ്ട്. കാരണം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നവരെ നമ്മൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്നിൽ ആദ്യം ഉണ്ടാക്കി തന്ന ഗുരുവാണ്. അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം വെച്ചാൽ ഗുരു എന്ന് പറയുന്ന ആ മഹത് ചൈതന്യം ഒരാളെയും എല്ലാവരിലും കൺസേണായിട്ട് മുന്നോട്ട് പോകുന്നൊരു ചൈതന്യ സ്വരൂപമാണ്. അതെനിക്ക് അന്ന് മനസ്സിലാക്കാൻ സാധിച്ചതെന്നുള്ളത് അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് എനിക്ക്. കാരണം വെച്ചാൽ ഒരാളെ മനസ്സിലാക്കാൻ, ഒരാളെ ശ്രദ്ധിക്കാൻ, ഒരാളെ ശ്രവിക്കാൻ ഗുരു കാണിക്കുന്ന താല്പര്യം അതെന്നെ വളരെയധികം ആകർഷിച്ചു. കാരണം വെച്ചാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിത്വവും ഒരാളെ ശ്രവിക്കാൻ, ഒരാൾ പറയുന്നത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ അയാൾ പറയുന്ന A to Z വരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആരും തയ്യാറാവുന്നില്ല. കാരണം വെച്ചാൽ ഈ ഫാസ്റ്റ് ലൈഫിൽ ആരെയും നോക്കാൻ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു വ്യക്തി പ്രഭാവം എന്ന് പറയുന്നത്, അദ്ദേഹം സംസാരിക്കുന്നത്, അദ്ദേഹത്തിനടുത്ത് ആൾക്കാർ വന്ന് സംസാരിക്കുന്ന സമയത്ത് പൂർണ്ണമായും കേട്ടതിന് ശേഷമാണ് ഒരു മറുപടി പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് പറയാനുള്ളത് പൂർണ്ണമായിട്ടും ഇറക്കി വെച്ചതിന് ശേഷമാണ് ഗുരു തുടങ്ങുന്നത്. കാരണം നിറഞ്ഞിരിക്കുന്ന കുടത്തിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ അവധൂത ചിന്തകളിലൂടെയൊക്കെ നമുക്ക് ദൃശ്യമാണ്. ഓരോ ചിന്തകളും ഓരോ മണിമുത്തുകളാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. പല കഥകളിലൂടെയുമാണ് ഗുരു നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാഠ്യപദ്ധതിയിൽ കഥകൾ ഒരുപാടുണ്ട്. ഒരു വട്ടം ഒരു കഥ ഇങ്ങനെ പറയുകയുണ്ടായി. ബുദ്ധഭഗവാന്റെ അനുയായികൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് കഠിനമായി അദ്ദേഹത്തെ ചീത്ത പറയുകയും, യഥാർത്ഥത്തിൽ അദ്ദേഹം ബുദ്ധഭഗവാൻ അവിടെ ശാന്തനായിരിക്കുന്നു. ഇദ്ദേഹം കുറേ ചീത്ത വാക്കുകളൊക്കെ അദ്ദേഹത്തിന് പ്രയോഗിച്ചിട്ട് മടങ്ങിപ്പോകുന്നു. അപ്പോൾ ശിഷ്യന്മാർ സ്വാഭാവികമായി ചോദിക്കും, ഗുരു ഇത്രയും സമയം അങ്ങേ എന്തെല്ലാം പറഞ്ഞു, അങ്ങ് ഒരു തെറ്റും ചെയ്യാതെ ഇതെല്ലാം കേൾക്കേണ്ടി വന്നില്ലേ? എന്തുകൊണ്ട് അങ്ങ് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തോട് തിരിച്ചൊന്നും സംസാരിക്കാൻ തയ്യാറായില്ല? അപ്പോൾ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അയാൾ എനിക്കൊരു സമ്മാനം കൊണ്ടുവന്നു, അത് അദ്ദേഹം തന്നെ തിരിച്ചു കൊണ്ടുപോകുള്ളൂ. നമ്മളത് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ എന്തിനത് സ്വീകരിക്കാൻ തയ്യാറാകേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എന്ത് കേട്ടാലും എനിക്ക് കഥകളൊക്കെ വളരെയധികം ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കും. അപ്പം എൻ്റെ ജോലി സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി.
ഒരാൾ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ജോലിപ്പെട്ട ഭാഗമായിട്ട് ഞാനൊരു ബസ് കണ്ടക്ടറാണ്, KSRTC വർക്ക് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് പാസ് എന്ന് വെച്ചാൽ ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ സഹപ്രവർത്തകൻ കയറി, അദ്ദേഹം അല്പം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. കയറി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ടിക്കറ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞ് പാസ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് കാണിച്ച് ബോധ്യപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പ്രൊസീജിയർ. നമ്മളത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അയാൾ വളരെയധികം വയലൻ്റായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ചെയ്ത് വിളിക്കുന്നു, അമ്മയ്ക്ക് വിളിക്കുന്നു, അച്ഛനെ വിളിക്കുന്നു. കാരണം വെച്ചാൽ അവിടെ ഇരിക്കുന്ന യാത്രക്കാർ പോലും എന്നോട് സാറേ എന്തുകൊണ്ട് സാർ പ്രതികരിക്കുന്നില്ല എന്ന് വരെ ചോദിക്കുന്നുണ്ടായി. ഞാനപ്പോൾ ഈ കഥകൾ, കാരണം വെച്ചാൽ ഈ കഥയിൽ നിന്നും നമ്മൾ പഠിച്ചല്ലോ. കാരണം വെച്ചാൽ എന്നെ ബാധിക്കാത്ത പ്രശ്നം എങ്ങനെ ബാധിക്കാതെ നമുക്കിരിക്കാൻ സാധിക്കുമെന്നുള്ളത് എനിക്കൊന്ന് സ്വയം അനുഭവിച്ചറിയണമെന്നൊരാഗ്രഹമാണ്. കുറേ സമയത്തിന് ശേഷം എല്ലാം ശാന്തമായി. അപ്പം ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ബുദ്ധഭഗവാനെ ചീത്ത വിളിച്ചു, എന്നെയും ചീത്ത വിളിച്ചു എന്ന് മാത്രം, അത് ഞാൻ മിണ്ടായിരുന്നു, ഭഗവാനും മിണ്ടാതിരുന്നു എന്നുള്ളതല്ല. അതിനുശേഷം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ശാന്തത, കാരണം കൊടുങ്കാറ്റിന് ശേഷമുണ്ടായ ആ ഒരു ശാന്തത, അത് എനിക്കതിൻ്റെ മോസ്റ്റ് പാർട്ടിൽ അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഈ കഥകളൊക്കെ ശരിക്കും നമ്മൾ കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ കഥയുടെ ആ ലെവലിൽ അങ്ങ് പോയാൽ പോരാ, അതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് സ്വാധീനിക്കാൻ പറ്റണം. കാരണം വെച്ചാൽ ഗുരു എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കട്ട് ആൻഡ് പേസ്റ്റ് ആവരുത്. ഒരു കാര്യം കേട്ടു അത് അറിഞ്ഞ് അപ്ലൈ ചെയ്യാൻ പോകരുത്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അത് മനനം ചെയ്ത് പുനർചിന്തനം ചെയ്ത് എപ്പോഴാണ് ആവശ്യം ആ സമയത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഓരോ കഥയിൽ നിന്നും കിട്ടുന്ന ഗുണപാഠം നമുക്ക് പ്രായോഗിക ബുദ്ധിയിലേക്ക് കൊണ്ടുവരാം. ഗുരുജി എപ്പോഴും പറയാറുണ്ട്, ഗുരുജി പറയുന്ന ടീച്ചിങ്സിനകത്ത് എനിക്ക് പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയാണ് ഇഷ്ടം. കാരണം നമ്മൾ സ്പിരിച്വാലിറ്റി എന്താണെന്ന് ഗുരുവിനോട് ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് ബിയോണ്ട് അവർ ഇമാജിനേഷൻ, ദാറ്റ് ഈസ് കോൾഡ് സ്പിരിച്വാലിറ്റി എന്നാണ്. കാരണം നമ്മളുടെ ചിന്താഗതികൾക്കും അല്ലെങ്കിൽ അതിനപ്പുറം നമുക്ക് നമ്മുടെ അന്ധകരണങ്ങൾക്കും അപ്പുറമുള്ള ഒരു അവസ്ഥയാണ് സ്പിരിച്വാലിറ്റി. ഇത് നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തയ്യാറാവണം, അദ്ദേഹത്തോട് വിശ്വാസം കാണിക്കണം. ആ വിശ്വാസമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ വിശ്വാസം ഒരു വ്യക്തിയെ ഒരാൾക്ക് സ്വാധീനിക്കണമെങ്കിൽ ആദ്യം അയാളിൽ ആ വ്യക്തിപ്രഭാവത്തിൽ അയാൾ ആർജിക്കുന്ന വിശ്വാസമാണ്. ഗുരുവിൽ വിശ്വാസം വേണം. ഗുരുവിൽ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടക്കാലത്തിൽ വെള്ളം ഒഴിക്കുന്ന പോലെയാണ്, അതങ്ങ് ഇതിൻ്റെ പാട്ടുകൾ. എന്തുകൊണ്ടെന്നാലും ഈ ചിന്താഗതികളും എല്ലാം രൂപപ്പെട്ട് വന്നപ്പോൾ എനിക്ക് പല സുഹൃത്തുക്കളെയും കിട്ടി. സത്സംഗങ്ങൾ അങ്ങനെയൊക്കെ ഫോം ചെയ്തപ്പം എൻ്റെ ആ മാനസിക ചിന്താഗതികളും എൻ്റെ വൈകാരിക ഭാവങ്ങളൊക്കെ വളരെ ഉയർന്ന തലത്തിലേക്ക് ഉയർന്നുകൊണ്ട് വരികയായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ചിന്താധാരയെ സ്വാധീനിക്കാനും അല്ലെങ്കിൽ എനിക്ക് അറിവ് സ്വാംശീകരിക്കാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടി. അത് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇവിടെയൊക്കെ നമ്മൾ പറയേണ്ട ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഗുരുവിന് വിധേയനായി നിൽക്കുക കൊണ്ട് മാത്രം നമുക്ക് എല്ലാം നേടാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഗുരു പറയുന്ന വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ നമുക്ക് തയ്യാറാവണം. അതിലൊരു ദൃഢനിശ്ചയം ഉണ്ടാവണം. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ആ ഒരു ടാസ്കുകൾക്ക്, കാരണം നമ്മൾക്ക് ആ ടാസ്കുകൾ ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് വളരെ ഇപ്പം ഒരു ടാസ്ക് നമുക്ക് തരുമ്പോൾ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഗുരു പറയാറുണ്ട്, നമുക്കൊരു പ്രോബ്ലം ഈശ്വരൻ തരുമ്പോൾ ആ പ്രോബ്ലത്തെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് തന്നിട്ടാണ് ഈശ്വരൻ ഒരു പ്രോബ്ലം നമുക്ക് തരുന്നത്. തീർച്ചയായിട്ടും ഇത് അതിജീവനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അതിജീവനത്തിൻ്റെ പാതയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കാരണം ഒരിക്കലും ഒരു സ്മൂത്തായിട്ടുള്ള യാത്രയല്ല സാധനാ ജീവിതമൊന്നും. കല്ലും മുള്ളും തന്നെ നിറഞ്ഞതാണ്. കാരണം ആ കല്ലും മുള്ളും അല്ലെങ്കിൽ ആ കൊടുങ്കാട് സൃഷ്ടിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ തന്നെ സൃഷ്ടിച്ച ആ കൊടുങ്കാട്ടിലൂടെ നമ്മൾ തന്നെ എന്ത് ചെയ്യും, ആദ്യം മുതൽ ഓരോ പാതയും വെട്ടിയൊരുക്കി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കണം. ഇതിന് ഒരു മൂവിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗുരുവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടാവും. നമ്മൾ ആ ഗുരുവിനെ മനസ്സിലാക്കാൻ സാധിച്ചാൽ
അല്ലെ ആ ഗുരുവിൻ്റെ ആ പാദങ്ങളിൽ നമ്മൾ ഒരു പൂജയായിട്ട് ഒരു പാദരേണുക്കളായിട്ട് മാറണമെങ്കിൽ തന്നെയും സുഹൃതം ചെയ്യണം. ഒരു ഗുരുവിൻ്റെ ആവശ്യകത എല്ലാവരും ചോദിക്കും. ഇപ്പം ഇന്നത്തെ സമയത്ത് ഇപ്പം ഏതെല്ലാം മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് പോലും എന്ത് ചെയ്യാം, പല കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നു ഒരു കാലഘട്ടമാണ് ഇന്ന്. പക്ഷേ എന്തുകൊണ്ടെന്നാൽ അപ്പം പലരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഒരു ഗുരുവിൻ്റെ നമുക്ക് ഈ ഒരു ഗുരുവിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് ഒരു തെറ്റായാലും ശരിയായാലും ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ടാവുന്നത് വളരെ നല്ലതല്ലേ എന്നുള്ള സിമ്പിളായിട്ടുള്ള ആൻസറാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം നമുക്ക് ആധികാരികമായിട്ടൊന്നും, കാരണം ഒരു അജ്ഞതയിൽ നിന്ന് വരുന്ന വ്യക്തിയെ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും, നമ്മൾ അവരെ അനുനയിപ്പിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതിലേക്ക് അവരെത്തുന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് സംസാരിച്ചാൽ മതിയാവും. പലപ്പോഴും ഗുരുവിൻ്റെ ആവശ്യകതയെപ്പറ്റി വരുന്നൊരു നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഗുരുവിനെ നമ്മൾ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ പരമലക്ഷ്യം കാണിച്ചു തരാൻ അത് പ്രാപിച്ച ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെത്തിയ ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ആ ലക്ഷ്യത്തെ കാണിച്ചു തരാൻ പറ്റൂ. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ആവശ്യകത നമുക്ക് വന്നത്. കഠോപനിഷത്തിൽ പറയുന്നുണ്ട്, ഒരു ശാസ്ത്രങ്ങളിൽ നിപുണനും അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠനുമായിട്ടൊരു ഗുരുവിനെ സമീപിക്കുക. കാരണം ശാന്തനും സംയമയുമായി ആദരപൂർവ്വം സമീപിക്കുന്ന ശിഷ്യന് ജ്ഞാനിയായ ഗുരു നിത്യവും അവികാരമായ ആത്മസാധന അല്ലെ ആത്മാവിനെ അറിയാനുള്ള വിദ്യ പകർന്നു തരുമെന്ന് പറയും. കാര്യം ഇത് ആത്മസാക്ഷാത്കാരത്തിന് ഇപ്പം നമ്മൾ പറയാറുണ്ട്, എന്താണ് സാക്ഷാത്കാരം? ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം മാത്രമാണ്. അതാരെങ്കിലും ഓർമ്മപ്പെടുത്തണമെങ്കിൽ ഗുരു ഉണ്ടായേ തീരും. അപ്പം അത് ചെയ്യുന്ന ആളാണ് ഗുരു. അപ്പം പരമാത്മാവ് തൻ്റെ രൂപമെടുത്ത് വന്നിട്ടുള്ള ഗുരു നമ്മൾ മനസ്സല്ല, ചിത്തമല്ല, അഹങ്കാരമല്ല, ശരീരമല്ല എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. കാരണം ശിഷ്യനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ആ ആധ്യാത്മിക ഈശ്വരനിലേക്ക് വഴി കാണിച്ച് നടത്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഗുരുവിൻ്റെ ധർമ്മം. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾക്ക് വ്യക്തിഭാവത്തിൽ ഒരിക്കലും ഗുരുവിനെ കാണാൻ നമ്മൾ ശ്രമിക്കരുത്. എന്തുകൊണ്ടെന്നാൽ കാരണം നമ്മളൊരു വ്യക്തിഭാവത്തിൽ ആ ഗുരുവിനെ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാകാൻ വെച്ചാൽ ആ പാതയിൽ നമുക്ക് കാലിടറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഗുരു ഒട്ടലില്ലായ്മയുടെ പ്രതീകം കൂടിയാണ്. കാരണം വെച്ചാൽ നമ്മളോട് കൂടെ ചിരിക്കുകയും സംസാരിക്കുകയും അല്ലെങ്കിൽ പല കളിവർത്താനങ്ങൾ പറയുമെങ്കിലും നമ്മൾ വ്യക്തിഭാവത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തെ ഇട്ട് മാറ്റാൻ ശ്രമിക്കുന്നത്. കാരണം ഗുരു അജ്ഞതയിൽ നിന്ന് അറിവിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്തുകൊണ്ട് ഗുരുവിൻ്റെ ആ ബാഹ്യരൂപത്തിൽ തൂങ്ങിക്കിടക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തൻ്റെ ശിഷ്യൻ തന്നെക്കാൾ കൂടുതൽ ഈശ്വരനെ സ്നേഹിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് തൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റിയെ ആ നിലയിൽ കാണണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. കാരണം ഗുരുവിൻ്റെ വ്യക്തിഭാവത്തെ ഒരു ശിഷ്യൻ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. കാരണം ഗുരു ഒരു തത്വമാണ്. ബാഹ്യരൂപത്തിൽ ആശ്രയിക്കുന്നതിന് പകരം നമുക്ക് ആന്തരിക ഗുരുവായിട്ട് നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുക. അതാണ് നമ്മൾ ചെയ്യുക. ഇനി എനിക്ക് പറയാനുള്ളത് നമ്മൾ ഫോളോ ചെയ്യുന്ന സാധന രീതികളെ പറ്റിയാണ്. ജപസാധനയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. വളരെയധികം ജപത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എൻ്റെ ലൈഫിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എൻ്റെ സാധനാ രീതികളും അങ്ങനെയാണ്. എല്ലാ സമയത്തും മാക്സിമം ജപിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു. ഒരു സാധകൻ്റെ സാധനാ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ജപസാധനയ്ക്ക്. കാരണം ഒരു വ്യക്തിത്വത്തിൽ നിന്നും അവൻ്റെ താളവും സമരസത്വമൊക്കെ എന്ത് ചെയ്യാം, മാറ്റാൻ അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുത്താൻ ഈ ജപത്തിന് സാധിക്കുമെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ സത്യമാണ്. കാരണം നമ്മൾ പല ആവലാതികൾ കൊണ്ടും ഉത്കണ്ഠകൾ കൊണ്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ദിനം പ്രതി നമ്മൾ എന്ത് ചെയ്യാണ്, ഒത്തിരി ആലോചിച്ച് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ദുഷ്ചിന്തകൾ നിർമ്മിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിനെ മലിനസമാക്കുന്നു, മനസ്സിനെ മലിനസമാക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതൊക്കെ ഈ ഓരോ പ്രോബ്ലംസും എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തെ അതുപോലെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. അപ്പം ഈ ദുഷ്ചിന്തകൾ പൊങ്ങാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ആ യാത്രയിൽ ഈ ചിന്താഗതികളൊക്കെ ഉയർന്നു പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സച്ചിന്തകൾ നിറയ്ക്കാം, അല്ലെങ്കിൽ ഈശ്വരനാമം കൊണ്ട് അതിനെ പവിത്രീകരിക്കാൻ സാധിക്കും. കാരണം ഒരു മനസ്സ് സമരസപ്പെടുമ്പോൾ അവന് അകത്ത് സമരസത്വം വന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വ്യാപിക്കും. അത് നമ്മളുടെ ശരീരത്തിന് പുറത്തേക്ക് വ്യാപിക്കുമ്പോൾ അത് നമ്മളിൽ നിന്ന് പ്രതിഫലിക്കുന്ന ഒരു പ്രകടിത ഭാവമായിട്ട് മാറും. അത് നമ്മുടെ ഈശ്വരീയ സങ്കല്പത്തിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് നമ്മളിൽ നിന്ന് അത് പുറത്തേക്ക് പ്രസരിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യമൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാരണം ഈശ്വരനാമത്തിൻ്റെ ശക്തി നമുക്കറിയാൻ സാധിക്കും. ഈശ്വരനാമത്തിന് ശക്തിയുണ്ടോ? നാമത്തിന് ശക്തിയുണ്ടോ? ഒരു കഥ ഞാൻ പറഞ്ഞു നോക്കാം. ഒരിക്കലും ഒരു കോടതിയിൽ ഒരു കേസ് എത്തുകയാണ്. ഒരു വ്യക്തിയെ കാണ്ടാമൃഗം എന്ന് വിളിച്ചു. മജിസ്ട്രേറ്റ് വളരെ ചോദിച്ചു, എത്ര നാൾ മുമ്പാണ് നിങ്ങളെ കാണ്ടാമൃഗം എന്ന് വിളിച്ചത്? 2 വർഷം മുമ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ കേസിന് വരാനുള്ള കാരണം ഞാൻ ഇന്നലെയാണ് സൂവിൽ പോയിട്ട് ആ കാണ്ടാമൃഗത്തെ കണ്ടത്. അപ്പോൾ ആ നാമത്തിന് ഭയങ്കര ശക്തിയുണ്ട്, അതിനൊരു പ്രചോദനമുണ്ട്, ഒരു പ്രേരക ശക്തിയായിട്ട് മാറുന്നുണ്ട് ആ നാമം. അപ്പോൾ ഈശ്വരനാമത്തിന് എത്രയോ വലിയ അനന്ത സാധ്യതകളുണ്ട്. നമുക്ക് ആ ഈശ്വരനിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, അല്ലെ ഈശ്വരനാമം ജപിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് എന്ത് ചെയ്യും? ആ ചൈതന്യവത്തിൻ്റെ ആ പ്രകീർണങ്ങൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് എത്തും. ഇപ്പം നമ്മൾ ഒരു സത്യാന്വേഷിക്ക് ജപം കൊണ്ട് മാത്രം പരമലക്ഷ്യത്തെ പ്രാപിക്കാൻ കഴിയുമെന്ന് മനു പറയാറുണ്ട്. എല്ലാ സാധനങ്ങളിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് മഹാഭാരതം പറയുന്നുണ്ട്. നമ്മുടെ ഈ ജപസാധന കൊണ്ട് നമുക്ക് ഉയർന്ന ഒരു ആത്മാനുഭൂതി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളത് നിസ്തർക്കമില്ല. നമ്മൾ കേട്ടിട്ടുണ്ടാവും, സത്യയുഗത്തിൽ ധ്യാനം കൊണ്ടും ത്രേതായുഗത്തിൽ യാഗം കൊണ്ടും ദ്വാപരയുഗത്തിൽ പൂജ കൊണ്ടും നേടിയത് നമുക്ക് കലിയുഗത്തിൽ ജപം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ജപം ആധ്യാത്മാനുഭൂതികളുടെ ഉയർന്ന തലത്തിൽ നമ്മളെ എത്തിക്കും. അപ്പോൾ ഇത് ജപം പല രീതിയിൽ നമ്മൾ ജപിച്ച് കേട്ടിട്ടുണ്ട്. ഉറക്കെ ജപിക്കാം, അത് വാചികമെന്ന് പറയുന്നു. ചുണ്ട് മാത്രം അനക്കി ശബ്ദം പുറത്തു വരാത്ത രീതിയിൽ ജപിക്കാം, അതിന് ഉപാംശം എന്ന് പറയുന്നു. പിന്നെ മാനസിക ജപമുണ്ട്, ഉള്ളിൽ ആ മനസ്സിൽ റെക്കർ ചെയ്ത് ജപിച്ചുകൊണ്ടിരിക്കുക. ഈ അവസ്ഥ വളരെ ഉത്തമമാണ്. മാനസിക ജപം വളരെയധികം ഉത്തമമാണ്. കാര്യം വെച്ചാൽ നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അതൊരിക്കലും മാറ്റപ്പെടുകയില്ല. പക്ഷെ അതിന് കാഠിന്യം കുറയ്ക്കാൻ ജപസാധന കൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് വളരെ നിസ്തർക്കമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കിടയിലും ജപിക്കാൻ സമയം കണ്ടെത്തുക, നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ആന്തരികമായ ബലം, ആത്മബലം വർദ്ധിപ്പിക്കാൻ ഈ ജപസാധന നമ്മളെ സഹായിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ആദ്യമൊക്കെ നമ്മൾ ജപിക്കാൻ യാന്ത്രികമായി പോകാം. പക്ഷേ രാമകൃഷ്ണൻ പറയുന്ന പോലെ നീ യന്ത്രം, ഞാൻ യന്ത്രി എന്നുള്ള കൺസെപ്റ്റിൽ ആ യന്ത്രയും തമ്മിലുള്ള ആ കണക്ഷൻ അവിടെ ബലപ്പെട്ടു നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോയിക്കോളും. കാരണം ധ്യാനം എന്ന് പറയുന്ന ജപത്തിൻ്റെ തുടർച്ചയാണ്. ജപത്തിൻ്റെ വിഭക്തമായ രൂപമാണ് ധ്യാനം. ജപം എന്ന് പറയുന്നത് ധ്യാനത്തിന് അവിഭക്ത രൂപവും കാണും. കാരണം നമ്മളെ മനസ്സിനൊരു ആലംബമാണ് ജപം. കാരണം എന്തുകൊണ്ടെങ്കിൽ മനസ്സിന് തെറ്റാൻ ഭാവിക്കുമ്പോഴൊക്കെ നമുക്ക് ജപം തുടരുക. ജപം തുടർന്ന് നമ്മൾ ആ ബോധകേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ജപത്തിൻ്റെ
ആ ബലം നമ്മളിലേക്ക് എത്തുമ്പോൾ ആ പരമാത്മാവിലേക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം ജപസാധനമുണ്ട് പവിത്രമായ ചിന്തകളിൽ മുഴുകുന്നതിനും വിവിധ വിക്ഷേപങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരുന്നതിനുമൊക്കെ നമുക്ക് ജപം കൊണ്ട് സാധിക്കും. കാരണം നിരന്തര അഭ്യാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. കാരണം അഖണ്ഡമായ ആത്മീയ പ്രവാഹം നിലനിർത്തുന്നതിനും നമുക്ക് സാധിക്കുന്ന നിരന്തര ജപമാണ്. ഈശ്വരനാമം ജപിക്കുക. നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമായ ആധ്യാത്മിക സ്പന്ദനങ്ങളെ നിറയട്ടെ. നാമം തടസ്സമായിട്ട് നമ്മുടെ ജീവാത്മാവിനും പരമാത്മനെയും അടുപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനായിട്ടില്ല. എല്ലാം ഈശ്വര നിത്യസത്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.